Welcome to Adrenaline. നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് internal capsule. So internal capsule എന്ന് പറയുന്നത് is a compact bundle of projection fibers ആണ് between thalamus and caudate nucleus medially and lentiform nucleus laterally. അതൊരു V-shaped structure ആണ്. And ഇതിൻ്റെ contents എന്ന് പറയുമ്പോൾ ascending and descending nerve fibers which connect cerebral cortex to the brainstem and spinal cord ആണ്. And afferent fibers passes from the thalamus to the cerebral cortex, അതായത് നമ്മുടെ sensory fibers, and efferent fibers passes down from the cerebral cortex to the cerebral peduncle of the midbrain, and അതായത് നമ്മുടെ motor fibers, and they are mainly responsible for sensory and motor innervation of the opposite half of the body. That is right internal capsule പോകുന്ന ഫൈബേഴ്സ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബോഡിയുടെ മോട്ടോർ ഫങ്ഷൻ ആൻഡ് സെൻസറിനെയാണ് ഇന്നവേറ്റ് ചെയ്യുന്നത്. ഷേപ്സ് ആൻഡ് പാർട്സ് ഓഫ് ഇൻറ്റേർണൽ ക്യാപ്സ്യൂൾ. നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഹൊറിസോണ്ടൽ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണൽ ക്യാപ്സ്യൂൾ ഒരു വി ഷേപ്ഡ് കോമ്പാക്ട് ബണ്ടിൽ ഓഫ് വൈറ്റ് ഫൈബേഴ്സ് ആയിട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. ആൻഡ് ഈ വീയുടെ കോൺകേവിറ്റി ലാറ്ററലിയാണ് ഫേസ് ചെയ്യുന്നത്. ആൻഡ് ഇതാണ് ഇതിൻ്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ആൻഡ് ഈ നമ്മുടെ ലെൻറ്റിഫോം ന്യൂക്ലിയസിൻ്റെ ആൻറ്റീരിയർ പാർട്ടിനും ഹെഡ് ഓഫ് കോഡേറ്റ് ന്യൂക്ലിയസിൻ്റെ ഇടയ്ക്കുള്ള ഈ പോർഷനാണ് നമ്മുടെ ആൻറ്റീരിയർ ലിംബ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ന്യൂക്ലിയസിനും തലാമസിനും ഇടയ്ക്കുള്ള ഈ ഒരു പോർഷനാണ് നമ്മൾ പോസ്റ്റീരിയർ ലിംബ് എന്ന് പറയുന്നത്. ആൻറ്റീരിയർ ലിംബിനും പോസ്റ്റീരിയർ ലിംബിനും നടുക്കുള്ള ഈ പോർഷനെയാണ് നമ്മൾ ജനു എന്ന് പറയുന്നത്. ജനു മീൻസ് എ ബെൻറ്റ്. ആൻഡ് നമ്മുടെ ലെൻറ്റിഫോം ന്യൂക്ലിയസിന് ബിഹൈൻഡ് കിടക്കുന്ന പാർട്ടിനെയാണ് നമ്മൾ റെട്രോ ലെൻറ്റിഫോം പാർട്ട് എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ലെൻറ്റിഫോം ന്യൂക്ലിയസിന് ബിലോ എടുക്കുന്ന ആളെയാണ് നമ്മൾ സബ് ലെൻറ്റിഫോം പാർട്ട് എന്ന് പറയുന്നത്. ഫൈബേഴ്സിൻ്റെ ഇൻറ്റേർണൽ ക്യാപ്സ്യൂൾ നോക്കുമ്പോൾ നമുക്ക് ഓരോ പാർട്ട് വെച്ച് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ആൻറ്റീരിയർ ലിംബ് നോക്കാം. ആൻറ്റീരിയർ ലിംബിൽ ഡിസെൻഡിങ് ട്രാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ നിന്ന് താഴേക്ക് സ്പൈനൽ കോഡിലേക്കും ബ്രെയിൻ സ്റ്റെമ്മിലേക്കും വരുന്ന ട്രാക്സ് ആണ്. അത് ഏതൊക്കെയാണ്? ഫ്രോണ്ടോ പോണ്ടൈൻ ഫൈബേഴ്സ് ആണ് വരുന്നത്. ആൻഡ് അസെൻഡിങ് ട്രാക്സ് ആണ് ആൻറ്റീരിയർ തലാമിക് റേഡിയേഷൻസ്. ആൻഡ് ജനുവിലുള്ള ഡിസെൻഡിങ് ട്രാക്റ്റ് ആണ് നമ്മുടെ കോർട്ടിക്കോ ന്യൂക്ലിയർ ഫൈബേഴ്സ്. ആൻഡ് അസെൻഡിങ് ട്രാക്റ്റ് ആണ് ആൻറ്റീരിയർ പാർട്ട് ഓഫ് സുപ്പീരിയർ തലാമിക് റേഡിയേഷൻ. പോസ്റ്റീരിയർ ലിംബിലുള്ള ഡിസെൻഡിങ് ട്രാക്സ് ആണ് കോർട്ടിക്കോ സ്പൈനൽ ട്രാക്റ്റ്, കോർട്ടിക്കോ പോണ്ടൈൻ ഫൈബേഴ്സ് ആൻഡ് കോർട്ടിക്കോ റൂബ്രൽ ഫൈബേഴ്സ്. ആൻഡ് അസെൻഡിങ് ട്രാക്സ് ആണ് സുപ്പീരിയർ തലാമിക് റേഡിയേഷൻസ്, ഫൈബേഴ്സ് ഫ്രം ഗ്ലോബസ് പാലഡസ് ആൻഡ് സബ് തലാമിക് ന്യൂക്ലിയസ്. ആൻഡ് റെട്രോ ലെംറ്റിഫോം പാർട്ടാണ് നമ്മുടെ പെറൈറ്റോ പോണ്ടൈൻ ആൻഡ് ഓസിപ്പിറ്റോ പോണ്ടൈൻ ഫൈബേഴ്സ് ആൻഡ് ഫൈബേഴ്സ് ഫ്രം ഓസിപ്പിറ്റൽ കോർട്ടെക്സ് ടു സുപ്പീരിയർ കോളിക്കുലസ് ആൻഡ് പ്രീടെക്ടൽ റീജിയൻ. ഡിസെൻഡിങ് ഫൈബേഴ്സ് ആണ് പോസ്റ്റീരിയർ തലാമിക് റേഡിയേഷൻസ് മെയ്ഡ് അപ്പ് ഓഫ് മെയിൻലി ഒപ്റ്റിക് റേഡിയേഷൻ, പാർട്ട്ലി ഫൈബേഴ്സ് കണക്റ്റിംഗ് തലാമസ് ടു ദ പെറൈറ്റൽ ആൻഡ് ഓസിപ്പിറ്റൽ. സബ്ലെൻറ്റിഫോം പാർട്ടിലുള്ള ഡിസെൻഡിങ് ഫൈബേഴ്സ് ആണ് പെറൈറ്റോ പോണ്ടൈൻ ആൻഡ് ടെമ്പറോ പോണ്ടൈൻ ഫൈബേഴ്സ് ബിറ്റ്വീൻ ടെമ്പറൽ ബോൺ ആൻഡ് തലാമസ്. ആൻഡ് അസെൻഡിങ് ഫൈബേഴ്സ് ആണ് ഓഡിറ്ററി റേഡിയേഷൻസ് ആൻഡ് ഫൈബേഴ്സ് കണക്റ്റിംഗ് തലാമസ് ടു ടെമ്പറൽ ബോൺ. ഇതാണ് ഇതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് ആർട്ടീരിയൽ സപ്ലൈ. ആർട്ടീരിയൽ സപ്ലൈയും നമ്മൾ പാർട്സ് ആയിട്ടാണ് പറയുന്നത്. സോ ഫസ്റ്റ് വൺ ആൻറ്റീരിയർ ലിംബ്. ആൻറ്റീരിയർ ലിംബ് ഈസ് സപ്ലൈഡ് ബൈ മീഡിയൽ സ്ട്രൈഡ് ബ്രാഞ്ച് ഓഫ് ആൻറ്റീരിയർ സെറിബ്രൽ ആർട്ടറി ആൻഡ് ലാറ്ററൽ സ്ട്രൈഡ് ബ്രാഞ്ച് ഓഫ് മിഡിൽ സെറിബ്രൽ ആർട്ടറി. ആൻഡ് ജനു ഈസ് സപ്ലൈഡ് ബൈ recurrent artery of Hubner or a direct branch from the internal carotid artery. And posterior limb is supplied by lateral straight branch of middle cerebral artery and branches of anterior choroidal artery. And sublentiform part is supplied by striate branch from the anterior choroidal artery and posterior cerebral artery. And retrolentiform part is supplied by striate branch from പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറി. ഇത് പഠിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ്. ആദ്യം നമ്മൾ ഈ 4 ആർട്ടറിയുടെ പേര് ഓർഡറിൽ എഴുതാം. ഫസ്റ്റ് ആൻറ്റീരിയർ സെറിബ്രൽ ആർട്ടറി, സെക്കൻഡ് വൺ മിഡിൽ സെറിബ്രൽ ആർട്ടറി ആൻഡ് തേർഡ് വൺ ആൻറ്റീരിയർ കൊറോയിഡൽ ആർട്ടറി ആൻഡ് ഫോർത്ത് വൺ പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറി. ആൻഡ് ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് 2 എണ്ണവും കൂടെയാണ്, അതായത് ആൻറ്റീരിയർ സെറിബ്രൽ ആർട്ടറി ആൻഡ് മിഡിൽ സെറിബ്രൽ ആർട്ടറി വന്നിട്ടാണ് നമ്മുടെ ആൻറ്റീരിയർ ലിംബിന് കൊടുക്കുന്നത്, സപ്ലൈ കൊടുക്കുന്നത്. ആൻഡ് രണ്ടാമത്തെ 3ാമത്തെ ആളുകൂടെ വന്നിട്ടാണ് നമ്മുടെ പോസ്റ്റീരിയർ ലിംബിന് കൊടുക്കുന്നത്, സപ്ലൈ കൊടുക്കുന്നത്. ആൻഡ് 3ാമത്തെ 4ാമത്തെ ആൾ വന്നിട്ടാണ് നമ്മുടെ സബ് ലെൻറ്റിഫോം പാർട്ടിന് സപ്ലൈ കൊടുക്കുന്നത്. ആൻഡ് 4ാമത്തെ ആൾ മാത്രമാണ് നമ്മുടെ റെട്രോ ലെൻറ്റിഫോം പാർട്ടിന് സപ്ലൈ കൊടുക്കുന്നത്. ആൻഡ് നമ്മുടെ ജനു ഈസ് എ ഡയറക്റ്റ് ബ്രാഞ്ച് ഫ്രം ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറിയാണ് സപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ക്ലിനിക്കൽ കോറിലേഷൻ നോക്കാം. സോ ക്ലിനിക്കൽ കോറിലേഷൻ, ലീഷൻ ഓഫ് ദ ഇൻറ്റേർണൽ ക്യാപ്സ്യൂൾ.
ലീഷൻ ഓഫ് ദ ഇൻറ്റേർണൽ ക്യാപ്സ്യൂൾ നമ്മൾ പറഞ്ഞു ഇൻറ്റേർണൽ ക്യാപ്സ്യൂളിൽ വൈറ്റ് ഫൈബേഴ്സ് കോമ്പാക്ട്ലിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഒരു ചെറിയ ലീഷൻ ഉണ്ടാകുമ്പോൾ തന്നെ അതിൻ്റെ മാനിഫെസ്റ്റേഷൻ ഭയങ്കര വലുതായിരിക്കും. അതായത് ഒരു ചെറിയ ലീഷൻ ഇൻ ദ ഇൻറ്റേർണൽ ക്യാപ്സ്യൂൾ ഉണ്ടാകുമ്പോഴേക്കും മേ ബി സംടൈംസ് നമുക്ക് ഹെമിപ്ലീജിയ വരെ വരാം. So, internal capsule is frequently involved in the cerebrovascular disorders. The most common cause of arterial hemorrhage is atheromatous degeneration of an artery in individuals suffering from high blood pressure. The hemorrhage commonly occurs due to rupture of Charcot's artery. Charcot's artery എന്ന് പറഞ്ഞാൽ it's a larger lateral striate branch of middle cerebral artery and which supplies the posterior limb of the internal capsule. Damage to the internal capsule caused by hemorrhage or infects lead to loss of sensation and spastic paralysis of the opposite half of the body. And അതിനെ നമ്മൾ കോൺട്രാലാറ്ററൽ ഹെമിപ്ലീജിയ എന്ന് പറയും. നമ്മൾ പറഞ്ഞു റൈറ്റ് സൈഡ് ഓഫ് ഇൻറ്റേർണൽ ക്യാപ്സ്യൂൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബോഡീനെയാണ് സപ്ലൈ ചെയ്യുന്നത്. സോ റൈറ്റിലൊരു ഹെമറേജ് ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് ലെഫ്റ്റ് സൈഡ് ഹെമിപ്ലീജിയ ആയിട്ടായിരിക്കും മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ടോപ്പിക്. താങ്ക് യു.